നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് അയച്ചിരുന്നു. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, ആ റഹ്മത്ത് എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കാരണം ഖുർആനിൽ തന്നെ മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കാണാം, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഈ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല നബിയെ. അപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ അവിടുത്തെ ഉമ്മത്ത് അള്ളാഹു പറഞ്ഞ ആ റഹ്മത്തിൽ എന്നും സന്തോഷിക്കേണ്ടവരാണ്. അതിന് നബിദിനമോ റബീഉൽ അവ്വലോ ആവേണ്ട ആവശ്യമില്ല, എന്നും നമ്മൾ സന്തോഷിക്കണം. ആ റഹ്മത്ത് നമുക്ക് ഇറങ്ങിയ മാസം എന്ന നിലക്ക് നബി സ്നേഹികൾക്ക് റബീഉൽ അവ്വൽ എന്ന മാസത്തിൽ കൂടുതൽ സന്തോഷം വരും. അതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. റസൂലിന്റെ മദ്ഹ് പാടും, പറയും, ഭക്ഷണം വിതരണം ചെയ്യും. ഇതിൽ വിമർശിക്കുകയല്ല വേണ്ടത്. നബിയെ സ്നേഹിക്കുന്നവർ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ മാസത്തെയും സ്നേഹിക്കും. കാരണം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസ് അജ്മഈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റു ഏതൊരു മനുഷ്യനേക്കാൾ എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മറ്റാരേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ടാണല്ലോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മക്കയുടെയും മദീനയുടെയും മണ്ണിൽ വാഹനപ്പുറത്ത് കയറില്ലായിരുന്നു. മാത്രമല്ല ആ മരുഭൂമിയിൽ ചെരുപ്പ് പോലും ധരിക്കില്ലായിരുന്നു. റസൂലിന്റെ നാമം കേൾക്കുമ്പോൾ തന്നെ ബോധരഹിതരായ മഹാന്മാർ, റസൂലിനെ പറയുമ്പോൾ കണ്ണീർ ഒഴുക്കിയ മുൻഗാമികൾ, റസൂലിനെ കേൾക്കുമ്പോൾ തല കുനിച്ച് എഴുന്നേറ്റ് നിന്ന മുഹിബുകൾ, ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ സ്നേഹം. അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്ന ഹലാലായ ഏത് കർമ്മവും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ വ്യക്തമായ ഉത്തരങ്ങളിലൂടെ അടുത്തുള്ള ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.